ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും പ്രതിസന്ധികളും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അതിൽ അവൻ ക്ഷമ കൈക്കൊണ്ടാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമായ മനുഷ്യന് വലിയ ക്ഷീണം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ, വലാ വസബിൻ, വലിയ പ്രയാസം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ, വലാ ഹമ്മിൻ, വലിയ ഭാവിയിൽ വലിയ പ്രയാസങ്ങൾ വരുമെന്ന് അവൻ ഉത്കണ്ഠപ്പെട്ടാൽ, വലാ ഹുസ്നിൻ, അവനക്ക് ദുഃഖങ്ങൾ കടന്നു വന്നാൽ, വലാ അതാ, അവനക്ക് മറ്റുള്ളവരിൽ നിന്ന് വലിയ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ, വലാ അമ്മിൻ, വലിയ ടെൻഷൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും, ഹത്ത ഷൗക്കത്തി യുഷാക്കുഹ, ഒരു കാലിൽ ഒരു മുള്ള് കുത്തേണ്ടി വന്നാൽ പോലും, ഇല്ല കഫർ അല്ലാഹു ബിഹ മിൻ ഖതായാഹു, അവൻ്റെ തെറ്റുകൾ അത് കാരണമായിട്ട് പുറത്തു കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ, വലിയ പ്രതിസന്ധികൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, ചിലപ്പോൾ നമ്മുടെ കുടുംബപരമായിട്ട് വലിയ പ്രയാസങ്ങൾ നമുക്ക് വന്നേക്കാം. കുടുംബത്തിനകത്ത് വലിയ പ്രതിസന്ധികൾ, വലിയ കുഴപ്പങ്ങളൊക്കെ വന്നേക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ശപിക്കാൻ പാടില്ല. എനിക്ക് മാത്രം എപ്പോഴും പ്രയാസമാണല്ലോ, എനിക്ക് മാത്രം എപ്പോഴും ദുഃഖമാണല്ലോ, എനിക്ക് മാത്രം എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ, മറ്റവളെ കണ്ടില്ലേ, അവള് അള്ളാഹ്ക്ക് ഞാൻ ചെയ്യുന്ന അത്ര പോലും ഇബാദത്ത് ചെയ്യുന്നില്ല, എന്നിട്ടും എനിക്കാണ് എപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ശപിക്കാൻ പാടില്ല. ആ സമയത്തും നാം ക്ഷമ കൈകൊള്ളണം. അപ്പോൾ നമുക്ക് വലിയ വിജയം ലഭിക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവർക്കാണ് അള്ളാഹു പ്രയാസങ്ങൾ നൽകുക. അള്ളാഹു അത് പരീക്ഷിക്കുന്നതാണ്. പിന്നെ നമുക്ക് വലിയ വിജയം, ഒരു മുഅ്മിന്റെ വിജയം നാളെ ആഖിറ ലോകത്താണ്. അവിടെ നമുക്ക് വലിയ പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം ഇത് കാരണമായിട്ട് നമുക്ക് ലഭിക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ ക്ഷമ കൈകൊള്ളണം. നമ്മുടെ ഈമാൻ അണുമണി തൂക്കാൻ പോലും വ്യതിചലിക്കാൻ പാടില്ല. നമ്മൾ കുഫ്രിയത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല. നമ്മളെപ്പോഴും ഈമാനോടുകൂടെ നമ്മുടെ ഈമാനെ നാം നിലനിർത്തണം. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ പോലും ഈമാനെ നമുക്ക് പ്രക്ഷോഭിപ്പിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ തകർച്ച വന്നു, ജോലിയില്ല, പട്ടിണിയിലാണ്, പ്രയാസമാണ്, എന്നാലും നമുക്ക് അള്ളാഹു നൽകുമെന്ന ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തണം. അത് നമുക്ക് വലിയ വിജയം ലഭിക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളും അത് കാരണമായിട്ട് പുറത്തു കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ തരണം ചെയ്യണം. അതിലൊക്കെ നമ്മൾ ക്ഷമ കൈകൊള്ളണം. വലിയ വിജയം നമുക്ക് കരസ്ഥമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിലൊക്കെ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.